മിഅ്റാജ് യാത്രയിൽ മുസ്തഫ നബി കണ്ട് ഒരു താഴികക്കുടം പൊന്നിനാൽ പൂട്ടുണ്ട്. സൃഷ്ടിച്ചതും അത് വെള്ളമുത്താൽ തന്നാ, പൊന്നിൻ്റെ ബാബും ഒന്നതിനുണ്ടെന്നാ. ജിന്നിൻസ് മുഴുവൻ ഇതിനകത്തിരിക്കുന്നത് മലമുകളിലുള്ളൊരു പക്ഷിയെ പോലാണത്. ഇത് കണ്ട് തിരുനബി മടങ്ങുവാൻ പ്ലാനിട്ടു. കടക്കാത്തതെന്തിൽ എന്നുടൻ വിളി കേട്ടു. പൂട്ടുള്ളതിൽ ഞാൻ എങ്ങനെ കടക്കുന്നത്? അതിനുത്തരം അപ്പോൾ ഇതാണുണ്ടായത്. ബിസ്മില്ല മതി നബിയെ അതാ താക്കോല്, ഓതി തുറന്ന് കടന്ന് ത്വാഹ കഫീല്. അതിനുള്ളിൽ അപ്പോൾ കണ്ടു നദികളെ നാല്, അതിലൊന്ന് ഒഴുകി വരുന്നതെന്തൊരു പാല്. ജലാലത്തിൻ്റെ സിമിൻ്റെ ഹായിൽ നിന്ന ഇതിൻ്റെ ഉത്ഭവം നബി കണ്ടതും തന്നെന്ന. കള്ളിൻ്റെ നെഹ്റ പിന്നെ രണ്ടാമത്തത് റഹ്മാൻ്റെ മീമിൽ നിന്നുമാണൊലിക്കുന്നത്. പിന്നൊന്നു തേൻ നദി തന്നെയാണതിൻ്റെ ഉത്ഭവം, അത് അർ-റഹീമിലെ മീമിലെന്ന വാസ്തവം. പിന്നൊന്ന് വെള്ളം തന്നെ ഒഴുകുന്നുണ്ടത്, ബിസ്മില്ല മീമിൽ നിന്നുമാ തുടങ്ങുന്നത്. ചോദിച്ചു ജിബ്രീലോട് നബിയും അന്ന്, ഒഴുകുന്ന നദി എവിടാണ് വീഴലുമെന്ന്. നബിക്കുള്ള ഹൗദൽ കൗസറിൽ തന്നാണ് ഈ 4 പുഴകൾ ചേരലും എന്നാണ്. അപ്പോൾ വിളിച്ച് പറഞ്ഞു ജല്ല ജലാലുഹു തിരുമുസ്തഫ നബിയോട്, വഹുവ റസൂലുഹു, ആരെങ്കിലും ചൊല്ലുന്ന പക്ഷം ബിസ്മിയും കുടിപ്പിക്കും അവനീ നദികളിൽ നിന്നൊക്കെയും. നബിയെ പിടിച്ചകത്താക്കിയിട്ട് സുലൈഖയും അഴിഞ്ഞാട്ടമായി ആ പരമസുന്ദരി തന്നെയും. അതുമാത്രമല്ല, അടച്ചു 7 അബ്വാബുകൾ, കൂടാതെ ബാബുകൾ കൊണ്ട് ഉഗ്രൻ പൂട്ടുകൾ. നബി യൂസുഫ് സിദ്ദീഖിനന്നു ലഭിച്ചത് വന്നേട്ടമാണത് ബിസ്മി കൊണ്ടാ കണ്ടത്. ബാബിൻ്റെ അടുത്തേക്കെത്തി താൻ പറഞ്ഞന്ന്, ബിസ്മില്ല ഓരോ ബാബിനും തുറക്കുന്നേ. അടച്ചിട്ട ഏതൊന്നും തുറക്കാൻ ഇത് മതി, അതുകൊണ്ട് തന്നാവായി തുറന്നാൽ ഭാഗതി. അലസ്തു ചോദിച്ചന്ന് എന്താ കേട്ടത്? കാലു ബലാബാ തന്നെ ആദ്യം വന്നത്. സൃഷ്ടാവിനോട് ജവാബിനാദ്യം തന്നെ ബാ എന്ന അക്ഷരമാ മൊഴിഞ്ഞത് പൊന്നേ.